ഹായ്, ക്രിസിന്റെ കല്യാണം ഞാൻ ഒരുപാട് അസൂയോടുകൂടി കണ്ട ഒരു ബന്ധമാണത്. സത്യത്തിൽ ആ പെണ്ണിന് പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ആ ഒരു പ്രായത്തിൽ അത്രയും സപ്പോർട്ടീവായ ഒരു ഹസ്ബൻഡിനെ കിട്ടുക, ഒബിയസ്ലി പാർട്ട്ണർ വന്ന് ചാടും. ക്രിസിന്റെ ആദ്യത്തെ ഭാര്യ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ ക്രിസ് തന്നെ പറഞ്ഞു. ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് മാറി വന്നിട്ട് പുള്ളിക്ക് നേരിട്ട് അല്ലെങ്കിൽ പുള്ളിക്ക് കിട്ടിയ ഒരു ജം തന്നെയാണ് ഈ പറയുന്ന വ്യക്തി. അപ്പോൾ അവരുടെ ലൈഫിലേക്ക് ഒരുപാട് കമൻസ് വരികയും അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് താല്പര്യമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്. ഒരു വീഡിയോ കാണാനിടയെ അതൊന്ന് കേൾക്കാം. മകളെ മുന്നിൽ വെച്ചിട്ട് ഈ സിനിമയിൽ കിസ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഇല്ലേ? ഈ കല്യാണത്തിൽ മൊത്തം കാണിക്കുന്ന എന്തോന്ന് അതൊന്നും പ്രശ്നമില്ലേ? നമ്മൾ ചെയ്താലാണ് അവർ, നമ്മൾ മനുഷ്യന്മാരൊന്നുമല്ലേ? മക്കൾക്കൊന്നും അറിയാത്ത പ്രായമാണ്. അല്ല, ഞങ്ങൾ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് നാണം തോന്നും. ആ ലെവലിലുള്ള സേവ് ദ ഡേറ്റ് ഇറങ്ങുമ്പോൾ ഞങ്ങൾ മര്യാദയ്ക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ഇവരെന്തോ കാണിക്കുന്നത്, പബ്ലിക്കിൽ കാണിക്കുന്നത് വീഡിയോ ഒന്നും കാണില്ലേ? അല്ല, ഒരു കല്യാണ വീഡിയോയിലൊന്നും ഇതൊന്നും ഇപ്പൊ ഇല്ലാണ്ട് നോർമലായിട്ട് കല്യാണം കഴിച്ച് പോകുന്നതല്ലല്ലോ. എല്ലാ വീഡിയോസും കാണുന്നതല്ലേ? സിനിമ കാണുന്ന അതിനകത്തൊന്നും ഒന്നുമില്ലേ? അവര് അച്ഛനമ്മയൊന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടാവൂലേ? പിന്നെ ഈ പറയുന്നവര് കൊടുത്തിട്ടുണ്ടാവൂല. അതിലൊന്നും ഇപ്പൊ എന്താ തെറ്റ്? അല്ല, ഒരു വ്യത്യാസം ഞാൻ നാട്ടിൽ കണ്ടവർക്കല്ലല്ലോ കൊടുക്കുന്നു. എന്റെ ഭർത്താവ് പിന്നെ അതാണ് പ്രശ്നം. ഇല്ല, നമ്മൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചു വരുന്നതാണോ നിങ്ങൾക്ക് പ്രശ്നം? കുറച്ച് ശരീരഭാഗം കാണിച്ച് നടന്നല്ലായിട്ട് സന്തോഷമാവോ? ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട് ആകെ അല്ലെ? ചിലപ്പോ അങ്ങനെ ആയിരിക്കും അല്ലെ? കാണിക്കാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ പ്രശ്നം. കാണിക്കുന്നവരൊന്നും ഒരു കമന്റും നിങ്ങൾ മോശം കമന്റ് ഇടുന്ന കാണുന്നില്ലല്ലോ. ഇത് നമ്മൾ മാന്യമായ ഡ്രസ്സ് എടുത്ത് നമ്മൾ ഒരു ശരീരഭാഗം കാണിച്ചിട്ടല്ല നടക്കുന്നത്. പിന്നെ എന്റെ സംസാരം ഇങ്ങനെയാണ്, ഇതൊരു മാറ്റാനും പറ്റൂല. ഇതിങ്ങനത്തെ എനിക്ക് മാറ്റണം താല്പര്യമില്ല. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി, കൂടെയുള്ളവർക്ക് മനസ്സിലാവും. സാധാരണ ദീപാവലിക്കും വിഷുവിനാണ് പടക്കം പൊട്ടിക്കുക. ഇതിപ്പോ ഓണത്തിന് പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞു, ഞാൻ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ 4 പേർക്കെതിരെ കേസ് കൊടുത്താൽ 10 പേര് രക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്, വേണ്ട എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നത്. നിങ്ങളും മനുഷ്യരാണ്, നിങ്ങൾക്കും കുടുംബമുണ്ട്, നിങ്ങൾക്കും അച്ഛനും അമ്മയും കുടുംബവും ഭാര്യയും എല്ലാം ഉണ്ട്. അവരെ നാറ്റിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുന്നത് എന്തെങ്കിലും മാറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും കൊള്ളാം. ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പറയുന്ന കാര്യത്തിൽ ഞാൻ ക്രിസിന്റെ ഒപ്പമാണ്. കാരണം കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം മെനക്കെടുമെങ്കിലും പിന്നീട് നമ്മളത് മാപ്പ് കൊടുക്കേണ്ട അവസ്ഥ വരും. കാരണം ഇവന്മാര് ഈ പറയുന്ന ബഹളമൊന്നും പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഉണ്ടാവില്ല. മാപ്പേന്ന് പറഞ്ഞ കാലിലേക്ക് വിടുന്ന ഒരു സീനാണ് കാണാറുള്ളത്. പിന്നെ അതിന് മെനക്കെടാൻ പോകാതിരിക്കുന്നതിന് നല്ലത്. നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റിൽ നമ്മളുടെ പേര് എവിടെയുണ്ട്. നമ്മൾ മാപ്പ് കൊടുക്കുന്ന ആളെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു അത്യാവശ്യം എടുത്ത് നമ്മൾ കേസ് കൊണ്ട് കൊടുത്ത് അവരെടുക്കാൻ കുറച്ച് മടി കാണിക്കും. സ്വാഭാവികമായ ഒരു കാര്യമാണ്. ആക്ച്വലി ഈ ക്രിസിനും കുടുംബത്തിനും സംഭവിക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം മോചിതയായ ഒരു സ്ത്രീക്ക് അവരുടെ 2 കുഞ്ഞുങ്ങളുടെ സമ്മതത്തോടു കൂടി മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന സാധനമല്ല. പ്രത്യേകിച്ച് സദാചാരവാദികളായ കുറേയധികം വൃത്തികെട്ട ജന്തുക്കളുണ്ട് നമുക്കിടയിൽ. അവർക്കത് ഉൾക്കൊള്ളാനാകത്തില്ല. അവരുടെ വിചാരം ഒറ്റ ആളെ പാടുള്ളൂ, പിന്നെ വിവാഹം കഴിക്കരുത്, അത് അങ്ങനെ തന്നെ അങ്ങ് തുടർന്നു പോകണം. അത്തരത്തിലുള്ള കുറേ കോമാളിത്തരങ്ങളാണ് ഇവർ പറയുന്നത്. അത് ബോധമില്ലായ്മ മാത്രമാണ്. നമുക്ക് ഒരു പാർട്ട്ണറെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെ ആവണ്ടേ. എസ്പെഷ്യലി മരണപ്പെട്ടതുപോലെ ഡിവോഴ്സാണ്. ഡിവോഴ്സായ ഒരു വ്യക്തിയെ മറ്റൊരാൾ വിവാഹം കഴിക്കുമ്പോൾ കുറച്ച് ആലോചിക്കും. ഒരു ഡിവോഴ്സിൽ കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയെ പിന്നെ ഒരിക്കൽ കൂടെ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് പേടി വരും. കാരണം അറപ്പ് തീർന്ന ഒരാളാണ്. ഡിവോഴ്സ് ചെയ്ത് അറപ്പെന്നാണ് ഞാൻ പറഞ്ഞത്. അറപ്പ് തീർന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ബോത്ത് ഓഫ് ദം 2 പേരും ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് റിലീവായി വന്നവരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് അവർക്കത് ബ്ലെസ്ഡ് തന്നെയാണ്. ആൻഡ് ഡിവൈൻ ലവ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ക്രിസിൻ്റെ വാക്കുകളിൽ ഭയങ്കര പ്രണയം ഉണ്ട്. പക്ഷേ മറ്റേ പെങ്കൊച്ചിന് കുറച്ച് കോംപ്ലക്സ് ഉണ്ട്. കാരണം കമൻസ് ഒക്കെ വരുന്നത്, ക്രിസ് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അത്യാവശ്യം നല്ല നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു പൊട്ടിപ്പെണ്ണിനെ കിട്ടിയതിൻ്റെ ദേഷ്യമാണ് പലരും വരുന്നത്. ബേസിക്കലി ഞാൻ ചോദിക്കട്ടെ, മിക്ക ഇടങ്ങളിലും അങ്ങനെയല്ലേ സംഭവിക്കുക? നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെണ്ണിന് എവിടെയാണ് അത്രയും എഡ്യൂക്കേഷൻ പിന്നെ കുറഞ്ഞ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരുത്തനെ ചൂസ് ചെയ്യുമോ? ഇല്ല. അവളെക്കാൾ 10 മടങ്ങ് എഡ്യൂക്കേഷൻ ഉള്ള ഒരുത്തനല്ലേ ചൂസ് ചെയ്യുള്ളൂ. എപ്പോഴും അങ്ങനെയല്ലേ? ആണിന് കുറച്ച് ഉയർന്നു നിൽക്കണം, എല്ലാം സാമ്പത്തിക സ്ഥിതിയായാലും എല്ലാം ഉയർന്നു നിൽക്കണം. സ്വർണം മാത്രം പെണ്ണത്തിൽ കൂടുതൽ കൊണ്ടുവരണം, ബാക്കി എല്ലാം കൊണ്ട് ഉയർന്നു നിൽക്കണം. പൊക്കം കൂടുതൽ അവനായിരിക്കണം, സ്വത്ത് കൂടുതൽ അവനായിരിക്കണം, എല്ലാം അങ്ങനെ കൺസേൺ ചെയ്തല്ലേ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തത എന്തിനാണ് നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത്?
അവരവരുടെ ലൈഫ് സ്വസ്ഥമായി ജീവിച്ചു പോകുന്നു, ആർക്കും ഒരു കുഴപ്പവുമില്ല, അവർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അവർ സോഷ്യൽ മീഡിയ കാണിക്കുമ്പോൾ നിങ്ങൾ ഈ ഏജിനെ പറ്റി പറഞ്ഞ് എന്തിനാണ് അവരെ കളിയാക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവും. 50 വയസ്സാവട്ടെ 60 വയസ്സാവട്ടെ അവർക്ക് അവരുടെ ലൈഫില്ലേ. ഇപ്പം പലരും പറയുന്നൊരു കാര്യമാണ്, ഒരു ഏജ് കഴിഞ്ഞ കേരള വീത്താളില്ല. ഞാനത് ഒരുപാട് നേരിട്ടിട്ടുണ്ട്. എൻ്റെ മൈൻഡിൽ എനിക്ക് അങ്ങനെ ഇതുവരെ എന്നെ കണ്ടാൽ പോലും എനിക്ക് അങ്ങനെ തോന്നാറില്ല. ഇവർക്കൊക്കെ എന്താണ് ഇങ്ങനെ പറഞ്ഞ് ഒരു ഡിഗ്രേഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. തള്ളയല്ലേടി, മുതുകിയല്ലേടി, കിളവിയല്ലേടി, ഈ ഒരു ടോണാണ് അത്. കല്യാണത്തിന് മുമ്പ് ഇരുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ എത്ര യങ്ങായിരുന്നു ആലോചിച്ച് നോക്കിയാൽ. മനസ്സിൻ്റെ സൗഖ്യമാണ്. പിന്നെ ചിലർക്ക് ഏജ് തോന്നാത്തെന്നാൽ അവരുടെ സറൗണ്ടിങ്ങിലുള്ളവർ അവരെ ഏജ്ഡ് ആയിട്ട് കൺസേൺ ചെയ്യത്തില്ല. ചിലർ ഭയങ്കര ഏജ്ഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, കൊച്ചു കുട്ടികൾ ഏജ്ഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടോ. അതെന്തുകൊണ്ടെന്നാൽ അവരെ അത്രയും വലിയ ആൾക്കാരാക്കി വെച്ചിരിക്കുന്നതാണ് അവരുടെ കുടുംബത്തിൽ. അതുകൊണ്ടാണ് ഭയങ്കരമായി മെച്ചൂർഡായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം തന്നെ അവർക്ക് ചുറ്റുമുള്ളവർ അവരൊരു മെച്ചൂർഡ് പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുന്നു, അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അവരത് ചൈൽഡിഷായിട്ട് എടുക്കുന്നവരെ ചൈൽഡായിട്ട് തന്നെ ആളുകൾ പരിഗണിക്കുന്നുകൊണ്ടാണ്. വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായി എന്നതൊരു കുറ്റമാണോ? അവർക്ക് 2 കുട്ടികളുണ്ടായി. അയാൾ എത്ര ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത്. കുട്ടികൾക്ക് സ്റ്റെപ്പ് ഫാദർ തന്നെയാണ്, പക്ഷേ ആ കുഞ്ഞുങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അയാൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമാണോ? അതൊരു നല്ല കാര്യമാണ്, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓരോരുത്തരും ജീവിത അവസാന വാർദ്ധക്യ കാലഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചെന്നിരുന്ന് മോങ്ങുന്നതാണ്. ഒരു അടി കൊടുക്കാനാണ് തോന്നുന്നു. എൻ്റെ അടുത്ത് ആരും മക്കൾക്ക് വേണ്ടി ജീവിക്കാം, നിനക്കും കൂടി വേണ്ടി ജീവിക്കാനുള്ളത് തന്നെയാണ് ജീവിതം. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. നമുക്കൊരു പാർട്ട്ണറെ വേണമെന്ന് തോന്നിയാൽ അതിന് മറ്റുള്ളവർ കമൻറ്റ് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ ഉടനെ തന്നെ സ്വീകരിക്കുകയും നല്ലൊരാളെ ചൂസ് ചെയ്യുകയാണ്. ആരാണ് ഈ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അംഗീകരിക്കുന്ന വ്യക്തിയാണ് നന്മയുള്ളവൻ. ഇപ്പോൾ ക്രിസിൻ്റെ കാര്യത്തിൽ ഈ പെൺകുട്ടിക്ക് അത്ര എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലാസ്റ്റ് ഒരു കമൻറ്റ് പറഞ്ഞിട്ട്, നീ ഇങ്ങനെ സംസാരിക്കുന്നതിന് എനിക്കിഷ്ടമാണ്. അതാണ് അംഗീകാരം. നീ എങ്ങനെയാണോ നിന്നെ ഞാൻ അങ്ങനെ എടുക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം. അതാണ് അണ്ടർസ്റ്റാൻഡിങ്. അഡ്ജസ്റ്റ്മെൻ്റ് അല്ലല്ലോ അത്. അതാണ്. പക്ഷേ അവൾക്ക് കുറച്ചുകൂടെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ ക്രിസ് മെനക്കെടണം. അല്ലാച്ചത് പ്രശ്നമാവും. കാരണം അവൾക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. താനൊന്നുമല്ല, തനിക്കെന്തോ സൗഭാഗ്യം കിട്ടിയതുപോലെയൊക്കെ പറയണമെന്ന് പറയുമ്പോൾ ആ കോംപ്ലക്സ് അവിടെ വർക്ക് ചെയ്യുന്നു. കോംപ്ലക്സ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, സൗഭാഗ്യം തന്നെയാണത്. പക്ഷേ എന്നിരുന്നാലും ഇടയ്ക്ക് ഒരു ഡോസ് അവൾക്ക് കൊടുക്കണം. അല്ല വെച്ചാൽ അവളിത് വേറെ എന്തെങ്കിലും പോലെ കൊണ്ടെത്തിക്കും. പിന്നെ കുട്ടിയോട് ചോദിച്ചത് വളരെ ഇന്നസെൻ്റ് ആയിട്ട്, നീ ഒന്നും കാണാറില്ലേന്ന്. സോ സ്റ്റുപ്പിഡ്. അത്രേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. എല്ലാവരും വിവാഹം കഴിക്കുന്ന സെക്സിനൊക്കെ വേണ്ടി തന്നെയാണ്. പക്ഷേ നമ്മളതാരും പബ്ലിക്കായിട്ട് വിളിച്ചോ ഞാൻ ഇവളും കൂടി ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോകണം, അല്ലെങ്കിൽ ഞങ്ങളിത് സെക്സിന് വേണ്ടിയിട്ടാണെന്ന് ആരും പറയാറില്ല. പക്ഷേ എല്ലാവർക്കും ബേസിക്കലി അറിയാം ഇതിനൊക്കെ തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഹൈഡ് നല്ലതാണ്, ഒന്ന് ഒളിച്ചൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. കുട്ടികളുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇഗ്നോർ ഇറ്റ്. നമ്മൾ സോഷ്യൽ മീഡിയ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ പല കമൻസും വരാം, പല രീതിയിലുള്ള മോശവർത്താനങ്ങളും വരാം. അത് അവരുടെ ലെവലാണ്, അവരുടെ തോട്ട് ലെവൽ അതാണ്. അതിനെ അങ്ങനെ വിട്ടാൽ മതി. അസൂയ മൂത്ത ഭ്രാന്തരാണ് അങ്ങനെ പറയുന്നത്. അപ്പം എൻ്റെ മകനെയും ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കുറേ എണ്ണം വൃത്തികേടുകൾ പറയാറുണ്ട്. ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? അത് അവരുടെ വീട്ടിൽ അവർ കണ്ടു വളർന്നൊരു സംസ്കാരമാണ്. സ്വന്തം അമ്മയ്ക്കൊപ്പം അവർ കണ്ടു കാണും അവരുടെ സഹോദരനെയും ആരെങ്കിലും ഒക്കെ. അങ്ങനെയൊക്കെ അവർ ജീവിച്ചിട്ടുണ്ടാകും, അച്ഛൻ്റെ ഒപ്പം കിടന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അത് പറയാൻ തോന്നും. അതാണ് അവരുടെ ലെവൽ. ആ ലെവലിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് തന്നെ തലയിൽ തൂക്കി വെക്കാൻ പോകരുതാണ്. അസൂയ മുഴുത്ത ഭ്രാന്തരാണ്. എനിക്ക് സത്യത്തിൽ രണ്ടുപേരും നല്ല പേഴ്സായിട്ടാണ് തോന്നിയത്. ഒരുപാട് കാലം സ്വസ്ഥമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിടുമ്പോൾ തന്നെ പഴയ പാർട്ട്നേഴ്സും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കരുത്. എല്ലാവരും നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല. പക്ഷെ നിങ്ങളുടെ ശത്രുക്കളും ഉണ്ട്, നിങ്ങൾക്കും ശത്രുക്കളുണ്ട്. അവരായിരിക്കാം ഇത് ചെയ്യുക. അപ്പോൾ കേസ് കൊടുക്കുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 1-2 പേർക്ക് പണിഷ്മെൻറ്റ് കിട്ടിയാൽ പിന്നെ കുത്തിത്തിരിപ്പ് കൊണ്ട് ഇറങ്ങി വരത്തില്ല എന്നുള്ളതാണ്. ഹാഷായ ഡയലോഗ് ഇടുന്നവന്മാർക്ക് 1-2 പണി കിട്ടുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.